കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. വൈകിട്ട് 5 മണിവരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുഖ്യമന്ത്രി, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രതിഷേധം കൂടി നടക്കുകയാണ്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരുണ്ട്. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക്, കേന്ദ്രത്തിനെതിരായ പ്രതിഷേധ പരിപാടിയിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? തുടങ്ങിയിട്ടുണ്ടോ? തൊഴിലാളികളുടെ യോജിച്ച സമരം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ വലിയ തോതിൽ പങ്കുവഹിച്ചു വരുന്ന തൊഴിലുറപ്പ് പദ്ധതി ശരി, പ്രശാന്തിലേക്ക് വരാം. ഇപ്പോൾ ആ പ്രതിഷേധ പരിപാടി, സത്യാഗ്രഹ സമരം തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായിട്ടാണ് ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്തുള്ള പാളയത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിലാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. LDF കൺവീനർ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നത്. പ്രശാന്ത്, പറയൂ. 60% കേന്ദ്രവും 40% മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹ സമരം ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം, ഈ വിഷയത്തിലാണ് കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭം ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഘടകകക്ഷി നേതാക്കൾ, മന്ത്രിമാർ എല്ലാവരും ഈ വേദിയിലുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനം, അതും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു അവസരത്തിൽ സംസ്ഥാന സർക്കാരിനെ, കേരളത്തിനെ രാഷ്ട്രീയമായും കേന്ദ്രം ഞെരുക്കുന്നു എന്ന വലിയ ആരോപണമാണ് കേരളം ഉന്നയിക്കുന്നത്. ഈ വിഷയം കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനം നടത്തിയ അവസരത്തിലും കണക്കുകൾ നിരത്തിക്കൊണ്ട് കേരളം വരുമാന നേട്ടം ഉണ്ടാക്കുമ്പോഴും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട്, അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% നൽകുമ്പോൾ കേരളത്തിന് 25% ചുരുക്കുന്നു. കേരളം സുസ്ഥിരമായ വികസനത്തിലൂടെ, സുസ്ഥിരമായ അച്ചടക്കത്തിലൂടെ, സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിന് അർഹമായ വിഹിതം തരുന്നില്ല. അതായത് ഗ്രാന്റ് ഇനത്തിൽ 5 വർഷമായി ഗ്രാന്റുകളിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. ഇത് മാത്രമല്ല, ചില 5 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത് പോലും കേന്ദ്രം സംസ്ഥാനത്തെ ഇപ്പോൾ ആ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഞെരുക്കുന്നു. അപ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രത്തിനെതിരായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം കൂടിയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ LDF ഇതിലൂടെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു എന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് തെരഞ്ഞെടുപ്പ് ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. 3 മാസം മാത്രം അകലെ നിൽക്കെ കേന്ദ്രത്തിന്റെ BJP സർക്കാർ സംസ്ഥാനത്തിന് എതിരായ സമീപനം സ്വീകരിക്കുന്നതാണ് കേരളത്തിന്റെ വികസനങ്ങൾക്ക്, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സം എന്ന വിഷയം ഉന്നയിക്കുക തന്നെയാണ് ഇതിലൂടെ, ഈ പ്രക്ഷോഭത്തിലൂടെ LDF ചെയ്യുന്നത്. എന്തായാലും സത്യാഗ്രഹ സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചു. ഈ വേദിയിൽ ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണനാണ് വേദിയിൽ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർ പ്രക്ഷോഭ പരിപാടികൾ കൂടി ഉണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് അടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രത്തിലെ BJP സർക്കാരാണ് എന്ന രാഷ്ട്രീയ വിഷയം കൂടിയാണ് ഈ സത്യാഗ്രഹത്തിലൂടെ കേരളം ഉയർത്തുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ